ലോകത്തിൻ്റെ രക്ഷിതാവും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. യേശു അവനോട്, ബെർയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. ഈ വാക്യങ്ങൾക്കാണ് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെയും അപ്പോൾ തന്നെ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ പത്രോസിന് ദൈവം കൊടുത്ത ഒരു അംഗീകാരം പോലെ ശ്രദ്ധിക്കപ്പെടേണ്ട ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവ് ശരണപ്പെടുന്നത്. ഫിലിപ്പിൻ്റെ കൈസരിയുടെ പ്രദേശത്ത് യേശുവും ശിഷ്യന്മാരും എത്തിയ സമയത്ത് യേശു ശിഷ്യന്മാരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്നെക്കുറിച്ച് ജനത്തിൻ്റെ അഭിപ്രായം എന്താണ്? സ്തോത്രം. പലരും പല ചിന്തകൾ കൈമാറുകയാണ്. പല ശിഷ്യന്മാരിൽ പലരും പറഞ്ഞു, ജനം യേശുവിനെ കുറിച്ച് ഏലിയാവെന്ന്, പ്രവാചകന്മാരുടെ തന്നെ മോശയെന്ന്, സ്തോത്രം, ഇങ്ങനെ പ്രവാചകന്മാർ എന്നൊക്കെയുള്ള ചിന്തകൾ ജനത്തിനിടയിലുണ്ട്. സ്തോത്രം. എന്നിട്ട് യേശു ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ഇത് കേൾക്കുന്ന സമയത്ത് ശിഷ്യന്മാരിൽ ഏറ്റവും ശ്രദ്ധേയനായി നമ്മൾ കാണുന്ന ഒരു മനുഷ്യനാണ് പത്രോസ്, അല്ലേ? ശിമോൻ പത്രോസ് യേശുവിനോട് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു തന്നെ. ഈ വാക്ക് ശിമോൻ പത്രോസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, സ്തോത്രം, ശിമോനോടുള്ള ബന്ധത്തിൽ യേശു കർത്താവ് പറഞ്ഞ വാചകമാണ് നമ്മളിവിടെ വായിപ്പാൻ തക്കവണ്ണം ഇടവന്നത്. യേശു അവനോട്, ബെർയോനായ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ ഇത് നിനക്ക് വെളിപ്പെടുത്തിയത്. സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മളെല്ലാവരും കർത്താവിനെ ആരാധിക്കുന്നവരാണ്, അല്ലേ? യേശുവിൻ്റെ ക്രൂശ് മരണത്തിലും യേശുവിൻ്റെ മരണ പുനരുദ്ധാനത്തിലൊക്കെ നമ്മൾ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ എത്ര പേരാണ് കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിപ്പാൻ തക്കവണ്ണം ഇടവന്നത്? സ്തോത്രം. യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധേയമാണ്. വെളിപ്പാടെന്ന് പറയുന്നത് ഏറ്റവും ആഴമുള്ളതാണ്. സദൃശവാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ വെളിപ്പാടില്ലാത്ത ഇടത്തു ജനം മര്യാദ കെട്ട് നടക്കുന്നു എന്ന് തിരുവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഡയറക്ഷനിൻ്റെ അനുസരിച്ച് നമ്മൾ പോകുവാൻ ആഗ്രഹിച്ചാൽ നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാനിടയാണ്. തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, സ്തോത്രം, അവൻ ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചനകളെ പറഞ്ഞു തരുന്ന ദൈവമാണ്. അപ്പോൾ വെളിപ്പാട് പ്രാപിക്കുക എന്നുള്ളത് കൃത്യമായില്ലേ? സ്തോത്രം. അങ്ങനെയെങ്കിൽ യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട്, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ വെളിപ്പാട് എന്താണ്? സ്തോത്രം. ഇത് പ്രാപിച്ചെങ്കിൽ അതിൻ്റെ ആഴം നമുക്ക് അറിയുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. യേശു ക്രിസ്തുവിനെ കുറിച്ച് പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു തന്നെ. എൻ്റെ അർത്ഥം, നീ ലോകത്തിൻ്റെ രക്ഷിതാവാണ്, മനുഷ്യകുലത്തിൻ്റെ വീണ്ടെടുപ്പിന് കാരണമാകേണ്ടിയവൻ നീയാണ്. സ്തോത്രം. അതുകൊണ്ടാണ് അവനോട് യേശു പറഞ്ഞത്, സ്തോത്രം, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. സഭയെക്കുറിച്ചുള്ള വെളിപ്പാടിന് കൈമാറ്റം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഈ ഭാഗമെന്ന് പറയുന്നത്. പത്രോസിനോട് പറഞ്ഞു, ഇത് നിനക്ക് വെളിപ്പെടുത്തുന്നത് ജഡരക്തങ്ങളല്ല. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയും, യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് പ്രാപിച്ച ഒരു ദൈവവൈതന് മാത്രമേ ഈ ലോകത്തിൽ ഒരു ക്രിസ്തീയ ജീവിതം നല്ല രീതിയിൽ നയിക്കുവാൻ തക്കവണ്ണം കഴിയും. സംഘടനയോ പ്രസ്ഥാനമോ കുടുംബമോ ദേശമോ അല്ല ചുറ്റുപാടുകൾ വിളിച്ചിട്ടാണോ നീ വേലയ്ക്കിറങ്ങിയതെങ്കിൽ നീ പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിൽ നിന്നുള്ള വെളിപ്പാട് പ്രാപിച്ച് നീ കർത്താവിന് വേണ്ടി നിൽക്കാൻ ഒരുക്കപ്പെട്ടാൽ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടവരുമെന്നുള്ളതിനകത്ത് സംശയമില്ല. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയും, ക്രിസ്തീയ ജീവിതത്തിന് ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിക്കുക എന്നുള്ളതാണ്. ആ വെളിപ്പാടിൽ ജീവിപ്പാൻ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ദേശത്തിനാണ് സ്തോത്രം ചെയ്യുന്നത്. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചെറുകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. എല്ലാ മഹത്വവും കർത്താവിന് യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.